3 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധം അവസാനിപ്പിച്ച് ഐഷ പോറ്റി ഇന്ന് 2026 ജനുവരി 13 ഔദ്യോഗികമായി കോൺഗ്രസിൽ ചേർന്നു. തിരുവനന്തപുരം ലോക്ഭവന് മുന്നിൽ നടക്കുന്ന UDF രാപകൽ സമരവേദിയിലെത്തിയാണ് അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. സ്ഥാനാർത്ഥിത്വം: വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി അവർ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ. LDFുമായുള്ള അകൽച്ചയുടെ കാരണങ്ങൾ: പാർട്ടി കമ്മിറ്റികളിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ. കുറച്ചുകാലമായി CPM നേതൃത്വവുമായി ഐഷ പോറ്റി വിയോജിപ്പിലായിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അവർ വിട്ടുനിന്നിരുന്നുവെങ്കിലും CPM ജില്ലാ സമ്മേളനത്തിലും ഏരിയ സമ്മേളനങ്ങളിലും അവർ പങ്കെടുത്തിരുന്നില്ല. കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കൽ: പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് അവരെ CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പിന്നീട് കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കോൺഗ്രസ് വേദികളിലെ സാന്നിധ്യം: 2025 ജൂലൈയിൽ കൊട്ടാരക്കരയിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തതോടെയാണ് അവർ കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്ന സൂചനകൾ ശക്തമായത്. അന്ന് തനിക്ക് പാർട്ടിയിൽ ഒരു ചുമതലയുമില്ലെന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. രാഷ്ട്രീയ പശ്ചാത്തലം: കൊട്ടാരക്കര മണ്ഡലത്തിൽ നിന്ന് 3 തവണ 2006, 2011, 2016 CPM പ്രതിനിധിയായി നിയമസഭയിലെത്തി. 2016-ൽ 42,000-ത്തിലധികം വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തിലാണ് അവർ വിജയിച്ചത്. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അഖിലേന്ത്യാ അഭിഭാഷക യൂണിയൻ ഭാരവാഹി എന്നീ നിലകളിലും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്.